പാല കഷായം അഥവാ അമ്പലപ്പുഴ പാൽപ്പായസം. അത് കുടിക്കണമെങ്കിൽ നിങ്ങൾ അമ്പലപ്പുഴ തന്നെ വരണം. ഈ പായസം കിട്ടാനും അതേപോലെ ഉണ്ടാക്കാനും അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചെമ്പകശ്ശേരി പൂരാടൻ തിരുനാൾ ദേവനാരായണ തമ്പുരാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഇവിടത്തെ പ്രധാന വഴിപാടാണ് ലോക പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം. നുറുക്കരിയും ക്ഷേത്രത്തിലെ തന്നെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത മണിക്കിണറിലെ വെള്ളവും ഇവിടത്തെ പശുവിന്റെ പാലും വെണ്ണയും നെല്ലും സമാസമം ഇളക്കി പുലർച്ചെ 4 മണി തൊട്ട് 11 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് പാൽപ്പായസം ഉണ്ടാക്കുന്നത്. അതിലുപരി പായസം കുറുക്കി കുറുക്കി ചെമ്പകപ്പൂവിന്റെ നിറമാവുമ്പോൾ പഞ്ചസാര ഇടുന്ന ഒരു സമയം വരും. അപ്പോ വാസുദേവ എന്നൊരു വിളിയുണ്ട്. അപ്പോ അങ്ങ് ഗുരുവായൂർ നിന്ന് വാസുദേവൻ വരും എന്നാണ് സങ്കല്പം. എന്താ അല്ലേ? രാവിലെ 11 മണിയോടെയാണ് ഞാൻ അമ്പലത്തിലെത്തിയത്. നേരെ അകത്ത് കയറി കണ്ണനെ കണ്ട് കഥകളൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ശ്രീകൃഷ്ണനെ നീതിക്കാനായിട്ടുള്ള പായസം കൊണ്ടുപോകുന്നത് കണ്ടത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പായസം വിതരണം ചെയ്യുക. ഈ പാൽപ്പായസം ഒരാഴ്ച മുന്നേ പ്രീ ബുക്ക് ചെയ്തും അല്ലെങ്കിൽ ഉച്ചപൂജയ്ക്ക് ശേഷം കൗണ്ടറിൽ നിന്ന് റെസീപ്റ്റ് വാങ്ങി ക്യൂ നിന്നും വാങ്ങാവുന്നതാണ്. അങ്ങനെ പാൽപ്പായസമൊക്കെ കുടിച്ച് കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവൊക്കെ കണ്ട് നല്ലൊരു ദർശനമൊക്കെ കിട്ടിയിട്ടാണ് അന്ന് ഞാൻ മടങ്ങിയത്.